ഇടുക്കി പൂപ്പാറയിലെ കുടിയൊഴിപ്പിക്കൽ ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിയെന്ന് ശാന്തൻപാറ പഞ്ചായത്ത്. കളക്ടറുടെ നിർദ്ദേശപ്രകാരം റവന്യൂ വകുപ്പാണ് നടപടികൾ സ്വീകരിച്ചതെന്നും പഞ്ചായത്തിന് കുടിയൊഴിപ്പിക്കലിൽ പങ്കില്ല എന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. വീട് നഷ്ടപ്പെട്ട 15 കുടുംബങ്ങൾക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ദിവസമാണ് പന്നിയാർപ്പുഴ കയ്യേറി അനധികൃതമായി നിർമ്മിച്ച 88 കെട്ടിടങ്ങൾ റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കിയത്. നടപടിയിൽ വീടും സ്ഥലവും നഷ്ടമായതോടെ പെരുവഴിയിലായത് 29 കുടുംബങ്ങളാണ്. പൂപ്പാറയിലെ ഈ കുടിയൊഴിപ്പിക്കൽ നടപടികളിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് പങ്കില്ലെന്നാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന കാര്യം ജില്ലാ ഭരണകൂടം പഞ്ചായത്ത് ഭരണസമിതിയെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട സമയം പോലും നൽകാതെയാണ് റവന്യൂ വകുപ്പ് നടപടികളുമായി മുന്നോട്ടു പോയതെന്നും പഞ്ചായത്ത് ഭരണസമിതി കുറ്റപ്പെടുത്തി. 30 ദിവസത്തിനുള്ളിൽ ആളുകൾ ഒഴിഞ്ഞു കൊടുക്കണമെന്നുള്ളതായിരുന്നു നോട്ടീസിലുണ്ടായിരുന്നത്. കളക്ടറുടെ നിർദ്ദേശമായിരുന്നു അത്. 2 മാസത്തിന് ശേഷം വീണ്ടും ഈ ആളുകൾ ഒഴിവാകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ 24 മണിക്കൂറിനുള്ളിൽ അവർ മാറി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറിയെ കൊണ്ടൊരു നോട്ടീസ് കൊടുപ്പിച്ചു. ഇത് രണ്ടും ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാനമെടുക്കുകയോ ഇവിടെ ആളുകളെ മാറ്റുന്നതിന് വേണ്ടി തീരുമാനിക്കുകയോ അങ്ങനെ ഒരു പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകുകയോ ചെയ്തിട്ടില്ല. കുടിയിറക്കപ്പെട്ടവരിൽ അർഹരായ 15 കുടുംബങ്ങൾക്കും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 മാസത്തിനുള്ളിൽ പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പഞ്ചായത്ത് അറിയിച്ചിട്ടുണ്ട്. വീട് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ വാടക വീടുകളിലേക്ക് മാറുന്ന കുടുംബങ്ങൾക്ക് പ്രതിമാസം 4000 രൂപ വീതം പഞ്ചായത്ത് വാടക ഇനത്തിൽ നൽകും. താൽക്കാലികമായി കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. ന്യൂസ് മലയാളം, ഇടുക്കി.